നമ്മളിപ്പം കേൾക്കാറുണ്ട് ഈ ഗട്ട് മൈക്രോബയോം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച്. അത് ഒരുപാട് രോഗങ്ങളിൽ തന്നെ പ്രിവെൻറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വയറ്റിലുണ്ടാകുന്ന നോർമൽ ബാക്ടീരിയയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്, നാരുകൾക്ക് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കേരളീയ ഭക്ഷണത്തിലുള്ള ഒരു പ്രത്യേകതയാണ് ഫെർമെൻറ്റഡ് ഫുഡ്സ്, പുളിപ്പിച്ചെടുക്കുന്ന ആഹാരങ്ങൾ. അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊന്ന് പറയാം. ഗട്ട് മൈക്രോബ്സ് ശരിക്കും ഗട്ട് മൈക്രോബ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് ഗട്ട് മൈക്രോബ്സ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫംഗ്ഷനിങ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ആവുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്കൊന്ന് ജീവിതശൈലി രോഗങ്ങൾ പോലും നമുക്കൊരു പരിധിവരെ ഒന്ന് തടയിടാൻ പറ്റും. അത്യാവശ്യം പുളിപ്പിച്ച ആഹാരങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇഡ്ലി ദോശ പോലുള്ള കാര്യങ്ങൾ, കെഫീർ, യോഗട്ട്, തൈര് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഗട്ട് മൈക്രോബ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു പരിധിവരെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാര്യങ്ങൾ, ഈ നമുക്ക് ദഹന സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയിടാനും അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റാണ്. നമ്മുടെ കുടലിനകത്തുള്ള നോർമൽ ബാക്ടീരിയ, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സാധിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ കേരളീയർക്ക് പ്രത്യേകിച്ച് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പുളിപ്പിച്ചെടുക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ എന്നത്തെയും ആഹാരത്തിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ അവയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇഡലി, ദോശ, അപ്പം ഇവയെല്ലാം നല്ല ആഹാരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ അന്നജം കൂടുതലുള്ളതുകൊണ്ട് അത് മാത്രം ഉപയോഗിക്കാതെ അതിൻ്റെ കൂടെ തുല്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീനുകൾ, അതായത് മാംസ്യം, അതായത് പയറ്, പരിപ്പ്, കടല, മത്സ്യം, മുട്ട എന്നൊക്കെ പോലെയുള്ള സംഗതികളും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഈ തൈര് ദൈനംദിനം ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഗട്ട് മൈക്രോബയോം, നമ്മുടെ വയറ്റിനുള്ളിലുള്ള നോർമൽ ബാക്ടീരിയ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. നന്ദി.